ഇടത് സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത്, അതായത് ഏതാണ്ട് ഭരണം അവസാനിക്കാറായ സമയത്ത്, ഈ യു ഡി എഫുകാർ ഏറ്റവും കൂടുതൽ ആരോപണം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഏറ്റവും കൂടുതൽ ആരോപണവുമായിട്ട് അല്ലെങ്കിൽ വിമർശനം ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു PM-ശ്രീ പദ്ധതി. അതായത് സർക്കാർ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കരുത്, അങ്ങനെ ഒപ്പുവെക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് BJPയും CPM-ഉം തമ്മിലുള്ള ഒരു ഡീലും അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് BJPയുടെ ചില അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇടത് സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ ആരോപണം ഉന്നയിച്ചവരാണ് ഈ UDFകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെന്ന് പറയും. പക്ഷേ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലോട്ട് വന്നു. ഇപ്പം ഈ വിദ്യാഭ്യാസ മന്ത്രി PM-ശ്രീ പദ്ധതിയെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ PM-ശ്രീ പദ്ധതിയെ പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല. ഇപ്പം കേരളയിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചതുപോലെ PM-ശ്രീ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതായത് പഠിച്ച് തീരുമാനിക്കുമെന്ന് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും പുതിയ സർക്കാരിന് PM-ശ്രീ പദ്ധതിയോടുള്ള ഒരു നിലപാട് എങ്ങനെയായിരിക്കും? ഈ PM-ശ്രീ പദ്ധതി എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൽ എന്താ പറയുക NEP പോലെയുള്ള, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടപ്പിലാക്കുന്നതാണ് എന്ന തരത്തിൽ ആണ് ഇവിടെ കൂടുതലും വ്യാഖ്യാനിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സിലബസിലേക്ക് ഇത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺകറന്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അതിൽ സംസ്ഥാന സർക്കാരിന് മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിലാണ് കൺകറന്റ് ലിസ്റ്റ് വരുന്നത്. അപ്പം ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PM-ശ്രീ പദ്ധതി ഇവിടെ എന്തിനാണ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്, അതാണല്ലോ നമ്മുടെ ആദ്യത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SSIയുടെ ഫണ്ട്, സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് നമുക്ക് കിട്ടാനുണ്ട്. ഏകദേശം അതൊരു 1000 കോടി രൂപയോളം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. ഇത് കിട്ടിയാലേ പലയിടങ്ങളിലും അധ്യാപകർക്കുള്ള സാലറി പാക്കേജ് വരെ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലുള്ളൂ. ഇതുകൊണ്ടാണ് അന്ന് PM-ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിടാൻ വേണ്ടി പോയത്. ഇതാണ് അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി. അപ്പം ഇവിടെ അന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഈ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഭേദഗതി വരുത്തുകയും അതോടൊപ്പം തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കുകയും വേണം. എന്ന് വെച്ചാൽ ഈ എന്താണ് ദേശീയ പാഠ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്ത് പഠിക്കേണ്ട ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തെറ്റായ ചില കാര്യങ്ങൾ, അതായത് ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന തരത്തിൽ ഇപ്പം മുഗളന്മാരുടെ ഭരണപരിഷ്കാരങ്ങൾ തള്ളിക്കളയുന്നു, അവരുടെ പിന്നെന്താ പറയുക RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന് അനുകൂലികളായ ഒരുപറ്റം ആളുകളുടെ ചില അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഹിസ്റ്ററി അതിനകത്ത് കൊണ്ടുവരുന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ടുവന്നുകൊണ്ട് നമ്മളുടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സംഘപരിവാറിസം നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത് എന്നാണ് പൊതുവെ നമ്മൾ NEP എന്ന് പറയുന്ന സംഭവം അത് തന്നെയാണ്. അപ്പോൾ ഇത് നടപ്പിലാക്കുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിൻവാങ്ങണം. അന്ന് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെതിരെ അന്ന് V. ശിവൻകുട്ടി ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അപ്പോൾ ആ സമയത്ത് തന്നെ CPI, അവിടുത്തെ കഴിഞ്ഞ സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI എതിർപ്പുമായി രംഗത്തെത്തി. AISFനെ പോലെയുള്ള യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. ശിവൻകുട്ടിക്കെതിരായും മുഖ്യമന്ത്രിക്കെതിരായും മുദ്രാവാക്യം വിളിക്കുന്ന അവസ്ഥയുണ്ടായി. അന്ന് തന്നെ ഈ പറയുന്ന അന്നത്തെ പ്രതിപക്ഷമായിരുന്ന UDF അന്ന് തന്നെ പറഞ്ഞു പരത്തിയ എന്താണ്, ഇവിടെ സർക്കാരും കേന്ദ്ര സർക്കാർ BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ഇവിടുത്തെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും നമ്മുടെ സംഘപരിവാറിനെ കടന്നു കയറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യാപകമായ ഒരു പ്രചാരം ഇവർ കൊടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. അതിന്റെ അർത്ഥം ഇവര് പൂർണ്ണമായ തോതിൽ അതിനെ എതിർക്കും എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമെന്നാണ് തുടർന്ന് വന്നപ്പോൾ കരുതിയത്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പൊ ഷംസുദ്ദീന്റെ അഭിപ്രായം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇതിപ്പം വകുപ്പ് സെക്രട്ടറിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം പഠിക്കുകയാണ്, ചർച്ച ചെയ്ത് UDFനകത്ത് ചർച്ച ചെയ്തുകൊണ്ട് ഈ നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മിക്കപ്പോഴും കടന്നു പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ മുൻപ് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അവർ പറഞ്ഞതിൽ നിന്നും ഘടകവിരുദ്ധമായ ഒരു സമീപനത്തിലേക്കായിരിക്കും PM-ശ്രീ പദ്ധതി മുന്നോട്ട് പോകാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇവിടെ നമുക്ക് ഫണ്ട് അലോക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധി കിടപ്പുണ്ട്. ആ ഫണ്ട് നമുക്ക് വേണം. സംസ്ഥാനത്തിന് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ PM-ശ്രീയിൽ ഒപ്പിട്ടേ പറ്റൂ. നമ്മൾ നോക്കിയുള്ളൂ, രാജസ്ഥാൻ അടക്കമുള്ള കർണാടക അടക്കമുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ട് കാലം കുറെ ആയെന്നേ. ഇത് അന്ന് തന്നെ വിവാദമായതല്ലേ. അന്ന് പിന്നെ ശിവൻകുട്ടി അതിനകത്ത് ഒപ്പിട്ട സമയത്ത് തന്നെ ഇത് വലിയ വിവാദമായി മാറി. അപ്പോഴാണ് അറിയുന്നത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഒപ്പിടാനുള്ള തമിഴ്നാടും കേരളവും മാത്രമേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അടക്കം ഈ പറയുന്ന പോലെ PM-ശ്രീ പദ്ധതി ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി കേരളത്തിലേക്ക് കോൺഗ്രസ് വരുന്നു. കോൺഗ്രസ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്,
ഈ സിൽവർ ലൈൻ പദ്ധതി ഒഴിവാക്കി കളഞ്ഞു. അപ്പൊ സിൽവർ ലൈൻ പദ്ധതി ഒഴിവാക്കി കളഞ്ഞു. ഇനിയിപ്പം പിന്നെ ലൈഫ് മിഷൻ പദ്ധതി ഒഴിവാക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ പലതും ഒഴിവാക്കുകയാണ്. എന്നാൽ അതേസമയം നമ്മുടെ ഏതെങ്കിലും കഴിഞ്ഞ ദിവസം മിൽമ പാലിന്റെ വില വർധനയെ കുറിച്ച് പറഞ്ഞു. എന്ത് തീരുമാനം എടുത്തു? ഇവിടെ പിന്നെ കഴിഞ്ഞ തവണ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടിയ സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് ഈ പ്രതിപക്ഷം തന്നെ പറഞ്ഞു വരുത്തിയ എന്താ, അതിൽ നിന്ന് കിട്ടുന്ന അധിക നികുതി വരുമാനം വേണ്ട എന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നായിരുന്നു അന്നത്തെ സർക്കാരിനെതിരായിട്ട് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അധികാരത്തിൽ കയറിയ പുതിയ സർക്കാർ മാറ്റുമോ? അത് ഇതിനെക്കുറിച്ച് പിന്നെ നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയായ VDSനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, ഞങ്ങളിത് കാര്യമായി ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അല്ലാതെ എന്തുകൊണ്ടാണ് അന്ന് സർക്കാരിന് ഉപദേശം കൊടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് കഴിഞ്ഞില്ല? അല്ലെ, അന്ന് ഉന്നയിച്ച ഒറ്റ ഇത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് BJPയും CPMും തമ്മിലുള്ള ഡീലാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അതാണ് പറയുന്നത്, അന്ന് ഡീല് പറയുന്നു. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇത്തവണ എന്തായിരിക്കും നടപ്പിലാക്കാൻ പോകുന്നത്? നമുക്കറിയാം, നമ്മുടെ യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മുടെ ഗവർണർ ആർലേക്കർ ഭാരതാംബയുടെ ചിത്രം എടുത്തുകൊണ്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ ശക്തമായി എതിർത്ത P. പ്രസാദ്, ശിവൻകുട്ടി എന്നിവർ എതിർത്തു. എന്നിട്ട് ഇതിനെതിരായി SFIയുടെ സമരം ഉണ്ടായി. ആ SFIക്കാരെ എന്താ വിളിച്ചത്? ഗുണ്ടകൾ എന്ന് വിളിച്ചത് ആരായിരുന്നു? അവിടെ എന്തിനെതിരെയായിരുന്നു പിന്നെ സമരം നടത്തിയത്? SFI എന്തിനാ സമരം നടത്തിയത്? ആർലേക്കർ എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും പരമോന്നത സ്ഥാനത്തിരിക്കുന്ന, കേരളത്തിലെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഗവർണർ അവിടെ ഇതെടുത്തുകൊണ്ട് വരികയാണ്. നമ്മുടെ ഭാരതാംബയുടെ RSSന്റെ ചിത്രം എടുത്തുകൊണ്ട് വരികയാണ്. ചിത്രം എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കോളേജുകളിൽ പ്രദർശിപ്പിക്കുകയാണ്. സോ അത് എതിർക്കും. അപ്പൊ SFIക്കാർ എതിർത്തു. അപ്പൊ അവർ ഗുണ്ടകളായി. അപ്പം പിന്നെ സതീശൻ ആർക്കൊപ്പോ? ഗവർണർക്കൊപ്പം ആണോ പിന്നെ ഇവിടുത്തെ സംവിധാനങ്ങൾക്കൊപ്പമാണോ? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താ വെച്ചാൽ സംഘപരിവാർ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ഇതിന് മറുപടി പറയേണ്ടി വരും. മറുപടി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് പോലെ നമുക്ക് നോക്കണം. സത്യപ്രതിജ്ഞ ചടങ്ങ് ആലോചിച്ച് നോക്കുള്ളൂ. വന്ദേമാതരം നമ്മൾ സംസാരിച്ച വന്ദേമാതരം അവിടെ പാടി. അപ്പൊ ഈ വന്ദേമാതരം പാടി എന്റെ അറിവില്ലാതെയാണ് അത് സംഭവിച്ചത് എന്ന് ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവിടെ എന്തൊക്കെ പരിപാടികൾ അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയുള്ള റിപ്പോർട്ട് ഇവിടെ കൊടുത്തിരിക്കും മുഖ്യമന്ത്രിക്ക്. പൊതുഭരണം എന്ന് പറയുന്ന ഒരു വകുപ്പ് കൂടി ഉള്ളതാണല്ലോ മുഖ്യമന്ത്രിക്ക്. അപ്പൊ സ്വാഭാവികമായും അവിടെ എന്തൊക്കെ നടത്തണം എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട്. അപ്പൊ അറിയാം വന്ദേമാതരം അവിടെ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്തുകൊണ്ടാണ് അതിനെ അന്ന് എതിർക്കാതിരുന്നത്? അതിനെ എതിർത്തിട്ടില്ല VD സതീശൻ. എന്നിട്ട് എന്റെ അറിവില്ലായ്മയാണ് എന്ന് ഒരൊറ്റ മറുപടി ഉണ്ട്, അല്ലെ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊരു മുഖ്യമന്ത്രി മറുപടി പറയാൻ കഴിയില്ലെന്ന് ഇത്തരം വിഷയങ്ങളിൽ. അപ്പൊ അവിടെ എന്താണ് പിന്നെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചത്? എല്ലാ പാർട്ടി വേദികളും പോലെ എല്ലാ വേദികളും പോലെ തന്നെ ആയിരുന്നു ഈ UDF സർക്കാരിന്റെ പിന്നെ എന്താ പറയാ സത്യപ്രതിജ്ഞാ വേദി. നമ്മൾ കണ്ടതാണ്. അവിടെ ഇന്ന ആൾക്കാർക്ക്, അതായത് മന്ത്രിമാര്, അതായത് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട മന്ത്രിമാര് മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ, ഗവർണറും പിന്നെ സെക്രട്ടറിമാരും. ഇവരല്ലാതെ വേറെ ആരും ഉണ്ടാകാൻ പാടില്ല എന്ന് അവിടുന്ന് ഗവർണറുടെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിൽ പറ്റില്ല. ഖാർഗെ വരും, DK ശിവകുമാർ വരും, രേവന്ത് റെഡ്ഡി വരും, അവിടെ നിന്ന് ഇവർ വരും, അങ്ങനെ കുറെ പേര് വരും. ഏറ്റവും അവസാനം പാലോട് രവിക്ക് അവിടെ നിന്ന് അനൗൺസ് ചെയ്യേണ്ടി വന്നു, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒന്ന് പിന്നെ ക്രമം പാലിക്കുക. വരെ പാർട്ടി വേദിയിൽ, അതായത് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പാർട്ടി പരിപാടി നടക്കുന്നിടത്ത് പോയിട്ടില്ലേ, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ക്ഷമ പാലിക്കുക, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യുന്ന പോലെ ഒരു സത്യപ്രതിജ്ഞാ വേദിയിൽ നിന്നുകൊണ്ട് അവിടുത്തെ പാലോട് രവിക്ക് പറയേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് ആര്? ഗവർണർ. ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം നടക്കുമ്പോഴും ഇവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം ഗവർണറെ അറിയിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കും എന്നുള്ള കാര്യം ഗവർണറും അറിയിക്കും. അപ്പൊ പിന്നെ എങ്ങനെയാണ് VD സതീശനെ പോലെ ഒരു മുഖ്യമന്ത്രിക്ക് എന്റെ അറിവില്ലാതെ അല്ലെ എനിക്ക് ഞാൻ അറിയാതെയാണ് അവിടെ പിന്നെ വന്ദേമാതരം ആലപിച്ചതെന്ന് പറയാൻ പറ്റുമോ? ജനാധിപത്യപരമായ ഉത്തരവാദിത്വം ഉള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരിക്കലും പറയാൻ പറ്റുന്ന കാര്യമല്ല. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ പറയുന്ന പോലെ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ആളിപ്പം മന്ത്രിയാണ്. അദ്ദേഹം പറയാണ് ഞങ്ങളിത് പഠിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്തുകൊണ്ടാണ് അന്ന് പിന്നെ ഇടതുപക്ഷ സർക്കാരിനെ കുറ്റം പറഞ്ഞ UDFന് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കില്ല എന്ന് തന്റെ ഇടത്തോടു കൂടി പറയാൻ എന്താണ് മടി? എന്താണ് ഇത്ര മടി? പറഞ്ഞുകൂടായിരുന്നോ? ഈസിയായിട്ട് പറയാമല്ലോ. എന്നിട്ടാ പറയുന്നില്ല. അപ്പം ഇതിനകത്ത് ഉള്ള യഥാർത്ഥ കാര്യം എന്താണെന്ന് ഇപ്പൊ പൊതുജനത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അന്ന് സർക്കാർ ഈ പറയുന്ന സംഘപരിവാർ ഒളിച്ചു കടത്തുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം അന്ന് UDF ഉന്നയിച്ചിരുന്നു. ജനം അത് വിശ്വസിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഒരു കള്ളം തന്നെ പല ആവർത്തി പറയുമ്പോൾ അത് സത്യമായി ഭവിക്കും, അല്ലെങ്കിൽ സത്യമാണ് എന്ന് ജനം തെറ്റിദ്ധരിക്കും. ആ രീതിയിലാണ് ഇവിടെ ഉണ്ടായത്. അപ്പം
ഈ പിന്നെ ഈ ശിവൻകുട്ടിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അന്ന് രാഹുലും പിന്നെ ബാക്കിയുള്ള ടീമുകളുണ്ടല്ലോ ഈ സൈബർ ഇടത്തിൽ മാത്രം കിടന്നുകൊണ്ട് പിന്നെ പേനയും തിന്നവര് അവര് വന്നിട്ട് എന്താ പറഞ്ഞത്, എന്തൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞത്? സംഘിക്കുട്ടൻ എന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിവൻകുട്ടിയെ വിളിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ സംഘിക്കുട്ടന്മാരാകാൻ പോകുന്ന ആരാ? അല്ലേ? ഇവരുടെ വലിയ വലിയ നേതാക്കന്മാർ സംഘിക്കുട്ടന്മാരാകാൻ പോവാണ്. ഇതിലൊരു പിന്നെ സംഘിക്കുട്ടൻ നേരത്തെ ആയ ഒരാളാണ് പിന്നെ ഇവിടെ ഇപ്പം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. ഇത് പൊതുജനത്തിന് അറിയാം. അവിടെ എന്നിട്ട് പിന്നെ കുനിഞ്ഞിന്ന് വിളക്ക് കത്തിക്കേണ്ടി വന്നത് ഇതിന്റെ ഹൈറ്റ് കുറവായി പോയതുകൊണ്ടാന്ന് പറഞ്ഞ മഹാനാണ് വി ഡി സതീശൻ. ഗോൾവർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ കുനിഞ്ഞു നിന്ന് വിളക്ക് കത്തിച്ചു എന്നൊരു പരാതി ഉന്നയിച്ചപ്പോ പുള്ളി പറഞ്ഞത് എന്താണ്? വിളക്കിന് പൊക്കം കുറഞ്ഞു പോയി, അതുകൊണ്ടാ കുനിഞ്ഞു നിൽക്കേണ്ടി വന്നത് എന്നാ ഒരു പിന്നെ എന്താ പറയാ, അതിനെ എന്താ പറയാ വെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു വാക്കതാ. അപ്പൊ ഈ രീതിയിൽ അപ്പൊ സംഘിക്കുട്ടന്മാർ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ ഇതെങ്ങനെ സാധിക്കുക? വന്ദേമാതരം വേറെ എങ്ങും ഇല്ലാത്ത പിന്നെ എന്താ പറയാ ഇവിടെ എന്താ പറയാ പിന്നെ ബംഗാളിൽ പോലും ഇല്ലാത്ത, പശ്ചിമ ബംഗാളിൽ പോലും ഇല്ലാത്ത കാര്യമല്ലേ ഇവിടെ കേരളത്തിൽ നടന്നത്? ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കാത്ത ഒരു കാര്യം, അതും BJP സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കേരളത്തിൽ നടപ്പിലായി എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. അപ്പം ഈ പറയുന്ന പോലെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാവുകയും ചെയ്യും. അതിൽ നമ്മുടെ സർക്കാർ, നമ്മുടെ പിന്നെ UDF സർക്കാർ അതിൽ ഒപ്പുവെക്കുകയും ചെയ്യും. ഇവിടെ വലിയൊരു പ്രക്ഷോഭത്തിലേക്കും വലിയൊരു പ്രതിഷേധത്തിലും കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും, ഉറപ്പാണ്. അല്ലെങ്കിൽ അന്ന് പിന്നെ സത്യസന്ധമായി ജനങ്ങളോട് കാര്യങ്ങൾ പറയണമായിരുന്നേ. പൊതുജനത്തോട് കാര്യം പറയണം, അതാ ഇത്ര ഫണ്ട് നമുക്ക് വരാനുണ്ട്. അത് ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. കാര്യം ഈ 5 വർഷം കഴിയുമ്പോൾ ഭരിക്കാൻ കയറേണ്ടത് UDF ആണ്. അപ്പോഴും ഈ SSIയുടെ ഫണ്ട് അവിടെ കിടക്കും. അപ്പോൾ അത് പൊതുജനത്തിന് സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടവരായിരുന്നു പ്രതിപക്ഷം. പക്ഷേ ചെയ്തില്ല. അപ്പോൾ ആ ചെയ്യാതെ വന്നതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ പിന്നെ ഈ പെട്രോളിയം വില വർധനവിന്റെ യാതൊരു അനക്കം ഉണ്ടാകാനും പോകുന്നില്ല. PM ശ്രീ പദ്ധതി ഒപ്പുവെക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.